പിന്നുണ്ടല്ലോ ബാലുശ്ശേരി ഏരൂല് 5 കിലോമീറ്റർ. ഞാൻ പോരുന്നതേ 100-150 കിലോമീറ്റർ സ്പീഡില്. ഏരൂല് വളവിലെത്തിയപ്പോ നേരെ മുന്നിൽ ആരാ? ഹൈവേ പോലീസ്. ഒരു കട്ടുക്ക് മണി വ്യത്യാസത്തില് നമ്മള് വിട്ടിച്ചു. കേട്ട് പരിചയമുണ്ടല്ലോ. ഈ ഡയലോഗ് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ. ഇങ്ങോട്ട് പിന്നെ നീ നമ്മളെ അച്ചാർ സുബൈർ ഓന്റെ പീടിയെ പോയിട്ടേ നീ മുട്ടായി വാങ്ങി തിന്നോ. ഈ വൈക്ക് നീ എന്നെ ആയിക്കോട്ടെ. അല്ല നമ്മള് പേടിയാ പറഞ്ഞു നിർത്തി. ആ ഡയലോഗ് ഞങ്ങള് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ. നിങ്ങൾ കേട്ടിക്കോ? അല്ല മക്കളൊന്നും ഇപ്പൊ പറഞ്ഞു പറ്റിക്കാൻ കഴിയൂലല്ലോ. പോയലായടോ പറയാണ്ട് മുട്ടായി ഞാൻ പൈസ ഉണ്ടായി ഇതോ പാഞ്ഞാഞ്ഞല്ലോ. എന്തെങ്കിലുമൊക്കെ നടക്കും. അല്ലളിയാ അളിയൻ എന്ത് പണിയാണ് അളിയാ ചെയ്ത്? പെങ്ങൾ വിളിച്ചിട്ട് ഒരു സൗകര്യവും ഇല്ല. മനുഷ്യൻ എല്ലാത്തിനും ഒരു സമാധാനം കുട്ടിക്കുക. അതിൻ്റെ അടുക്കാണ് അളിയൻ്റെ കോപ്രായം. അളിയൻ എന്ത് കണ്ടിട്ടാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരുന്നത്? അളിയൻ തീരെ അന്തല്ലേ ഒക്കെ കൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ, ഒരു ഒളുപ്പില്ലാണ്ട്. രമോ പെങ്ങളോടായിപ്പോയി. ഒരു സമാധാനം തരും അളിയ. ആരോട് എന്നിവിടാ ഓരോ പ്രശ്നമായിട്ട്. ഹലോ, അതെ ആരായിരുന്നു? എന്താളിയാ പ്രശ്നം? എങ്ങുന്നോ വന്ന് ഒരുത്തിണ്ടല്ലോ ഓൻ്റെ ഓളിക്കുമ്പത്തുണ്ടാക്കി നമ്മളെ കുടുംബത്തെ തെറ്റിക്കാൻ കളിക്കുക. ഞമ്മളുണ്ടോ വെറുതെ വിടുന്നു? നമ്മളെ കുടുംബത്തെ പറ്റി എനക്കറിയാലോ. അത്രയും വലിയൊരു കുടുംബം. അത് മൊത്തത്തിലായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. ഇന്ന് രാവിലെ ഈ ഇവന്റെ ഓളില്ലേ ആ പകച്ചി, ഓളത് വിൽക്കാൻ വെച്ചു. ആരോട് ചോദിച്ചിട്ടാ അത് വിൽക്കുന്നത്? ഈ മൂത്ത അളിയനെ ഉള്ളപ്പോ ഓൾ ആരോട് ചോദിച്ചിട്ടാ വിൽക്കാൻ വെച്ചേ? ഞമ്മളിവിടെ ഇങ്ങനെ കോല് പോലെ ഉള്ളപ്പോ ഓള് വിൽക്കാൻ ഞമ്മള് സമ്മതിക്കോ? അതിന് നമ്മള് വേറെ ഞാനെന്തോ ചോദിക്കാൻ വിചാരിച്ചിരുന്നു. ഇതേ ഓന്തണ്ടതാ. തൽക്കാലം ഞാൻ തന്നെയാണ്. പറയുന്നിട്ടാണ് ഞാൻ പോട്ടെ.